2012 ഇറങ്ങിയ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന സിനിമയുടെ സെയിം ടീമിൻ്റെ അതേ രീതിയിൽ പോകുന്നൊരു സിനിമയാണ് 2023 ഇറങ്ങിയ ഓ മൈ ജി 2 എന്ന് പറയുന്നത്. ഇതൊരു സീക്വൽ ഒന്നുമല്ല, വേറെ സ്റ്റോറിയാണ് പറയുന്നത്. സെയിം ആ ഒരു രീതിയിൽ തന്നെയാണ് പറയുന്നത്. കോമഡിയൊക്കെ കലർത്തി പോകുന്നൊരു സിനിമയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അമിത് റായ് ആണ്. അഭിനയിച്ചിരിക്കുന്നത് അക്ഷയ് കുമാർ, പങ്കജ് ത്രിപാഠി, യാമി ഗൗതത്തിൻ്റെ ഒരു റോള് വരുന്നുണ്ട്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ പങ്കജ് ത്രിപാഠിയുടെ മകൻ സ്കൂളിൽ വെച്ചൊരു കാര്യം ചെയ്യുകയാണ്. ഇതിൻ്റെ പേരിൽ അവൻ പുറത്താക്കപ്പെടുകയാണ്. ഇതിൻ്റെ പേരിൽ ഇവനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇവൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഇവനെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ഇയാൾ പിന്നെ റിയലൈസ് ചെയ്യുകയാണ് ഇവനത് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു, ഇവൻ എന്തുകൊണ്ടത് ചെയ്തു, അല്ലെങ്കിൽ ഇവന് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല ഇതിനെപ്പറ്റി എന്നുള്ളതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുകയും ഇയാൾ പിന്നെ ആലോചിക്കുമ്പോൾ ഇതിനെപ്പറ്റി വിദ്യാഭ്യാസം അത്യാവശ്യമാണ്, എല്ലാവർക്കും ഇതിനെപ്പറ്റി വിദ്യാഭ്യാസം അത്യാവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതും ഇയാൾ ആ സിസ്റ്റത്തിനെതിരെ, സ്കൂൾ സിസ്റ്റത്തിനെതിരെ കേസ് കൊടുക്കുകയാണ്. അങ്ങനെ കേസ് കൊടുത്ത് കോടതിയിൽ ഇത് വരുമ്പോൾ ഓപ്പോസിറ്റായിട്ട് വാദിക്കാൻ നിൽക്കുന്നത് ഈ യാമി ഗൗതത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഈ യാമി ഗൗതത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേസും അനായാസം തെളിയിക്കുന്ന ഒരു വക്കീലിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള നിയമ പോരാട്ടങ്ങളും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കോമഡി മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ സെക്കൻഡ് പാർട്ടിലും ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതീകമായിട്ടാണ് അക്ഷയ് കുമാറിൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അയാൾ ഈ കേസിൽ അക്ഷയ് കുമാറിൻ്റെ ക്യാരക്ടർ പങ്കജ് ത്രിപാഠിയെ ഈ കേസിൽ സഹായിക്കുന്നതും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ്. പലരും പറയാൻ മടിക്കുന്ന ഒരു വിഷയത്തിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ്. അത്യാവശ്യം നല്ല കോമഡി മൂഡിൽ പോകുന്നതാണ്. കാണാത്തവർക്കൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക.